എടാ ബാബുരാജേ, കഴിവരുടെ മോനെ എവിടെ പോയി കിടക്കണ? ബാബുരാജേ, എല്ലാവരും എവിടെ പോയി തൊക്കണ? ആരാത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നീയോ? നീയപ്പം മരിച്ചില്ലേ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ? പറയടാ, നിന്നെ കൊല്ലാതെ ഞാൻ എങ്ങനെ മരിക്കും? എന്നെ കൊല്ലുമെന്നോ? ഇടി പഞ്ചാക്ഷരി, ജനങ്ങൾ ദേവിയായി പൂജിച്ച നിന്നെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അഗ്നിക്കിരയാക്കി ഭസ്മമാക്കി കളഞ്ഞവനാണ് ഞാൻ. ക്ഷേത്രത്തിൽ നീ കൊന്നത് എന്നെയല്ലടാ, എന്റെ ശരീരത്തെയാ. എന്റെ കണ്ണിൽ പകയാളിക്കത്തുകയാ. അത് നിന്റെ മരണം കണ്ടിട്ട് മാത്രമേ അടങ്ങൂ. ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഭയപ്പെടുത്താനല്ല, നശിപ്പിക്കാനാ. നശിപ്പിക്കുമെന്നോ? അതും എന്നെയോ? എന്നെ നശിപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ ജീവൻ ഞാൻ എടുത്തു. നിന്റെ മകളെ അമ്മയില്ലാത്ത അനാഥ കുഞ്ഞാക്കി ക്ഷേത്രത്തെ ചുടുകാടാക്കി. ഇനി ആ അപൂർവനിധി ഞാൻ തന്നെ സ്വന്തമാക്കും. അത് തടയാൻ ആര് ശ്രമിച്ചാലും അവരെ വെട്ടി നുറുക്കി കൊല്ലും ഞാൻ. കൊല്ലും നീ പറയുന്നുണ്ടല്ലോ. എന്താ കൊല നിനക്ക് മാത്രമേ അറിയൂ? വെട്ടി നുറുക്കാൻ ഒരു വാളും അത് പിടിക്കാൻ ഒരു കൈയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. നിന്നെ പോലുള്ള നരാധവന്മാരെ കൊല്ലാൻ വേണ്ടിയാടാ ഞാൻ ഇപ്പൊ പുനർജനിച്ചു വന്നത്. നീ എന്നെ കൊല്ലുമെന്നോ? ഞാൻ നരനല്ല, നരരൂപം പൂണ്ട രാക്ഷസനാടി. പഞ്ചാക്ഷരി എന്നത് വെറും ഒരു സ്ത്രീ ജന്മമല്ലടാ, പഞ്ചഭൂതങ്ങളുടെ ശക്തിയാ. ആ ശക്തിയുടെ മുന്നിൽ നീ ഒരു പുഴുവ. അഗ്നിയോട് കളിച്ചാൽ ചാരം ബാക്കിയുണ്ടാവും, പക്ഷേ എന്നോട് കളിച്ചാൽ നിന്റെ ചാരം പോലും ബാക്കിയുണ്ടാവില്ലടാ. നീ ദുഷ്പ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്തിയ ക്ഷേത്രം വരുന്ന ദുർഗാഷ്ടമിയുടെ അന്ന് നിന്നെ കൊന്ന് നിന്റെ ചോര കൊണ്ട് ശുദ്ധീകരിക്കും. അസുരന്മാരെ വധിച്ച അസ്ത്രം ഒരു കൈയിലും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച വാൾ മറ്റൊരു കൈയിലും, ഒരു കൈയിൽ മഴുവും മറ്റൊരു കൈയിൽ ഗദയും, ശംഖൊരു കൈയിലും ചക്രം വേറൊരു കൈയിലും ഏന്തി എന്നെ എവിടെ വെച്ച് കൊന്നുവോ നിന്നെയും അവിടെ വെച്ച് ഞാൻ കൊല്ലും. എടാ, ദുർഗയെ നിന്ദിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. നിന്റെ നെഞ്ചിൽ ഞാൻ ത്രിശൂലം ആഴ്ത്തും. ഇത് സത്യം. പഞ്ചാക്ഷരി ഇവിടെ വന്നതും പോയതും നീ കണ്ടതല്ലേ? പഞ്ചാക്ഷരി മരിച്ചതല്ലേ? അവൾ എങ്ങനെ തിരിച്ചു വരും? പഞ്ചാക്ഷരി മരിച്ചിരിക്കാം, പക്ഷെ അവളുടെ ആത്മാവ് മരിച്ചിട്ടില്ല. പഞ്ചാക്ഷരിയുടെ ആത്മാവ് ഇപ്പോഴും ആ ക്ഷേത്രത്തിനകത്തു തന്നെയുണ്ട്. അവൾ അതിനകത്തുള്ളത് വരെ നിനക്ക് ആ നിധി സ്വന്തമാക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിനകത്ത് അലയുന്ന പഞ്ചാക്ഷരിയുടെ ആത്മാവിനെ അതിനകത്ത് വെച്ച് തന്നെ ഉന്മൂലനാശനം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവ് ആ ജീവാത്മാവുമായി ലയിക്കും. പിന്നീട് ആ പരമാത്മാവിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നശിക്കും, സർവവും നശിച്ച് നാമാവശേഷമാകും. അതിനു മുൻപ് യമകാലം പൂജ ചെയ്ത് ആ ആത്മാവിനെയും ജീവാത്മാവിനെയും വേർപെടുത്തി ആ പഞ്ചാക്ഷരിയുടെ ആത്മാവിനെ
ദുർഗാഷ്ടമി നാളിൽ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഉന്മൂലനം ചെയ്യണം. അതെനിക്ക് മാത്രമേ കഴിയൂ. ആദ്യം ആ ജീവാത്മാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേ. പൂജ ഞാൻ ഉടനെ തുടങ്ങാം. ഒരു ചെറിയ സഹായം ചോദിക്കാനാ വന്നത്. ഞാൻ ഇപ്പൊ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക. ഞാൻ എന്ത് സഹായം ചെയ്യാന്? കഴിഞ്ഞ ദുർഗാഷ്ടമിക്ക് പഞ്ചാക്ഷരിക്ക് ഇങ്ങനെ സംഭവിച്ചു. ക്ഷേത്രവും പൂട്ടി. വീണ്ടും ദുർഗാഷ്ടമി നാള് വന്നിരിക്കുക. ഈ വർഷത്തെ ചടങ്ങുകൾ എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പഞ്ചാക്ഷരിയുടെ ഭരണത്തോടെ ഞാൻ ആകെ തകർന്നിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്തു. നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത് വെറും ഒരു സാങ്കല്പിക രൂപത്തെ മാത്രമല്ല. എവിടെ വെച്ചാണോ പഞ്ചാക്ഷരിയുടെ ജീവൻ പോയത് അവിടെ നമ്മളൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം. ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലുള്ള സുമംഗലികളും പഞ്ചാക്ഷരിയെ മനസ്സിൽ ധ്യാനിച്ച് കൈനിറയെ മഞ്ഞൾ പൂജിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. ആ മഞ്ഞൾ കൊണ്ടുണ്ടാക്കുന്ന പവിത്ര രൂപമായിരിക്കണം നമ്മുടെ പഞ്ചാക്ഷരി. ആ രൂപത്തിലുണ്ടാവുന്ന ചൈതന്യമായിരിക്കണം നമ്മുടെ വഴികാട്ടി. പ്രപഞ്ചത്തിന്റെ അമ്മയായ ദുർഗേ, നീയാണ് ഇനി ഞങ്ങളുടെ ആശ്രയം. ഓം ദുർഗേ നമഃ. ഓം ദുർഗേ നമഃ. ഓം ദുർഗേ നമഃ. അച്ഛാ, അമ്മ എനിക്ക് എപ്പോഴും ഐസ്ക്രീം വാങ്ങിച്ചു തരുമായിരുന്നു. മേടിക്കാട്ടോ. മോളെ, മോളുടെ അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളേ? എന്റെ വീട്ടിലാ ഉള്ളേ. മോളുടെ വീട്ടിലോ? ഡാ, നിക്കടാ. നിക്കടാ അവിടെ. ഈ രക്തം തേച്ചാൽ നിന്റെ അസുഖമെല്ലാം ഭേദമാവുമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അണ്ണാ, അണ്ണാ, എന്താടാ? അണ്ണൻ പറഞ്ഞ പോലെ പഞ്ചാക്ഷരിയുടെ മോളെ ഞാൻ കൊണ്ടുവന്നു. ഡാ, എന്തിനാണ് എന്റെ മോളെ പിടിച്ചോണ്ടോന്നേ? എടാ, എനിക്കൊരു സത്യം അറിയണം. നിന്റെ വീട്ടിലെ ആ പെണ്ണില്ലേ, അവൾ ആരാണെന്ന് പറയടാ. എന്റെ ഭാര്യയെ കുറിച്ച് ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരടാ? ഡാ, നിന്റെ ഭാര്യയെ കൊന്നത് ഈ ഞാനാടാ. ആത്മാവും ജീവാത്മാവും ഉള്ളത് സത്യമാണെങ്കിൽ നശിച്ചുപോയ രൂപവും തിരിച്ചു വരുമെന്നുള്ളത് സത്യം തന്നെയാണ്. പഞ്ചാക്ഷരിയുടെ ആത്മാവ് തിരിച്ചു വന്നിരിക്കുന്നു. ആ രൂപത്തിലുള്ള ജീവാത്മാവിനെ എനിക്ക് നശിപ്പിക്കണം. ഓം ക്രീം ചാമുണ്ഡേശ്വരി നമഃ. ഓം ജംബത് സ്വാഹ. ഓം ക്രീം ഭദ്രായ നമഃ. ഓം ക്രീം അഘോരായ നമഃ. ഓം ക്രീം ആദിഭദ്രായ നമഃ. ഓം ക്രീം ചുടലഭദ്രായ നമഃ. ഓം ക്രീം അഖണ്ഡായ നമഃ. ഓം ക്രീം സ്വാഹ. ഓം പഞ്ചാക്ഷരി ജീവാത്മാ പരമാത്മാ സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം സ്വാഹ. പഞ്ചാക്ഷരി ജീവാത്മാ വാ സ്വാഹ. വാ വാ ചാമുണ്ഡേ സ്വാഹ. രക്ത ചാമുണ്ഡേശ്വരി സ്വാഹ. ഓം പരമാത്മായ സ്വാഹ. ഓം അഘോരായ സ്വാഹ. ഓം പരമാത്മാവേ സ്വാഹ. ഓം അഘോര ബ്രഹ്മായ സ്വാഹ. ഓം അഖില മണ്ഡല സ്വാഹ. ഓം യക്ഷേ സ്വാഹ. ഓം ഗുംഫട് സ്വാഹ. ഓം അഘോരായ സ്വാഹ. ഓം അകാല ബ്രഹ്മായ സ്വാഹ.
ഓം ചാമുണ്ടേശ്വരി ആത്മവികാര സ്വാഹ ഓം സ്വാഹ ചണ്ഡാള ഓം കുംഭട് സ്വാഹ ഓം വാർത്താളി സ്വാഹ ഓം അഗ്നിമുഖായ സ്വാഹ ഓം സ്വാഹ ഓം വാർത്താളി സ്വാഹ രക്കോളി സ്വാഹ നാഗേന്ദ്രഹാരം മുടി ചൂടിയോനെ തൃക്കണ്ണിൻ ഉടയോനെ കൈലാസനാഥ നിത്യതകാരകൻ ദിഗംബരൻ നീ ഭസ്മാംബരൻ നീ നമ ശിവായ മനസ്സിന്റെ നോവുകൾ ആറ്റിടുകൻ ദേവാ ഗംഗേശ്വര കാശിനാഥ മഹേശ്വരായ മന്ദാര മുഖ്യ ബഹു പുഷ്പ സുപൂജിതായ സംസാര സാഗരാധിപ നമ ശിവായ അടിയങ്ങൾക്കെന്നാളും അഭയം നീയേക് ദുഷ്ടനിഗ്രഹമേകി ശിഷ്ടരെ കാക്ക് ഭക്തരാം ഞങ്ങൾക്ക് രക്ഷകനാക് ശൂലത്തിൽ തീരട്ടെ രാക്ഷസഗർഭ നിന്നീല കണ്ഠത്തിൽ ഒടുങ്ങട്ടെ ഈ ലോകം പേറുന്ന വിഷങ്ങളെല്ലാം ധൂജടി ശബ്ദത്തിൽ തീരട്ടെ എന്നും അസുരഗണത്തിന്റെ ഹുങ്കാരവങ്ങൾ ഈ 7 ലോകങ്ങൾ നിൻ ചുവടിൽ ദേവ ആധാരം നീയല്ലോ ആദിശിവനാഥ നാടിന്റെ രക്ഷയ്ക്കായി മാത്രം ദേവ അർദ്ധനാരീശ്വര ശിവായ ക്ഷേത്രത്തിനകത്തെ പൂജ തടസ്സപ്പെടുത്തുക പഞ്ചാക്ഷരമിതം പുണ്യം യഃ പടേ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി ചാമുണ്ടേശ്വരി നമഃ സ്വാഹ നിർത്തടാ നിന്റെയൊക്കെ പൂജ. ദേവിയായി ആരാധിച്ച പഞ്ചാക്ഷരിയുടെ ജീവനെടുത്ത ഈ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യരുത്. പഞ്ചാക്ഷരി മരണപ്പെട്ടതിന് ശേഷം ഇവിടേക്ക് വന്ന വിശ്വാസികൾ മരിച്ചു. ഗ്രാമത്തെ രക്ഷിക്കാനാ ഈ ക്ഷേത്രം തന്നെ അടച്ചുപൂട്ടിയത്. സത്യം തന്നെയാ. പക്ഷെ വർഷം തോറും ദുർഗാഷ്ടമിക്ക് പൂജ ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ആചാരമാണ്. ഇതെന്താ? എല്ലാ വർഷവും ദുർഗാഷ്ടമി നാളിൽ പഞ്ചാക്ഷരി ഇവിടെ ഉണ്ടായിരുന്നു. ആ പഞ്ചാക്ഷരിയുടെ പ്രതിരൂപമാണ് ഈ മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമ. ഞങ്ങളുടെ വിശ്വാസവും പൂജയുടെ ബലം കൊണ്ട് ആ പഞ്ചാക്ഷരി വീണ്ടും ഇവിടെ ഒന്ന് ജനിക്കും. കുറെ മഞ്ഞളരച്ചിങ്ങനെ പൂജിച്ച പഞ്ചാക്ഷരി തിരിച്ചു വരുന്നാണോ? എങ്കിൽ കുറെ കൂടി മഞ്ഞളരച്ച് പൂജിക്ക് ചത്തുപോയ തന്റെ ഭാര്യ തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. ചത്തുപോയവർ ഒരിക്കലും തിരിച്ചു വരില്ല. ഇല്ല, പഞ്ചാക്ഷരി ചേച്ചിക്ക് ഒരിക്കലും മരണമില്ല. പഞ്ചാക്ഷരി ചേച്ചി എന്റെ കുഞ്ഞായി പുനർജനിക്കാൻ പോവാ. പഞ്ചാക്ഷരി പുനർജനിക്കുമെന്നോ? അതും നിന്റെ വയറ്റിലെ ഈ കുഞ്ഞായോ? ഏയ് പഞ്ചാക്ഷരി, എന്റെ കൈകൊണ്ട് നീ മരിച്ചിട്ട് പുനർജനിക്കാൻ ഒരുങ്ങ? പഞ്ചാക്ഷരിയെ ഞാൻ തന്നെയാ കൊന്നത്. എന്താ ഇത്? എന്ത് അന്യായമായി? മോനെ, എന്നോട് ചോദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? എല്ലാത്തിനും കൊല്ലണം ഞാൻ.
ആ നിധി സ്വന്തമാക്കാൻ എന്തു ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. തടസ്സം നിൽക്കുന്നത് എല്ലാം ഞാൻ ഇല്ലാതാക്കും. അത് ദേവിയായാലും ശരി, ദേവനായാലും ശരി. ഇല്ല, വേണ്ട. Ah!